ഹലോ ഹായ് ഫ്രണ്ട്സ്, ജോമാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. എല്ലാവരും വീഡിയോസൊക്കെ കാണുന്നുണ്ടോ? നമ്മളുടെ ഡൈയുടെ വീഡിയോ, നമ്മുടെ ഫേസ് പാക്ക്, നമ്മളുടെ മാനിക്യൂർ വീഡിയോ, ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതും നല്ല റീച്ച് ആയിട്ടുള്ളതുമായ വീഡിയോസാണ്. പിന്നെ നമ്മളൊരു ഐഫോൺ വാങ്ങിച്ചു, അങ്ങനെ കുറേ നല്ല നല്ല വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഇന്നിപ്പം എന്താ ഐഫോണിലാണ് എടുക്കുന്നത്. പിന്നെ നമ്മളുടെ പഴയ ഫോൺ OnePlus ആയിരുന്നു. ഇപ്പം എന്താ ഇന്നലെ ഒരു കുഞ്ഞ് ഷോർട്സ് ഐഫോണിൽ ഇട്ടു. ഇന്നിപ്പം എന്താണ്ട് ആദ്യമായിട്ടാണ് ഐഫോണിലൊരു വീഡിയോ എടുത്തിടുന്നത്. പിന്നെ എല്ലാവരും വീഡിയോസ് എല്ലാം കാണണം. ഐഫോണിൻ്റെ വീഡിയോ, ഫേസ് പാക്കിൻ്റെ വീഡിയോ, മാനിക്യൂറിൻ്റെ വീഡിയോ, അതുപോലെ തന്നെ നമ്മളുടെ എന്തായിരുന്നു നല്ല ഒന്നാന്തര അടിപൊളി ഡൈ കണ്ടോ. എനിക്കിത് ഒരു കുഴപ്പവും ഇതുവരെ ഇല്ല. ഇപ്പം 3 പ്രാവശ്യം തല കഴിയില്ല തേച്ചിട്ട്, ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഒലിച്ചൊന്നും വരുന്നും ദേഹത്തോടൊന്നും വരുന്നൊന്നും ഇല്ല, പക്ഷെ അതാ പോയിട്ടില്ല കണ്ടോ. അതുപോലെ നമ്മുടെ ഫേസ് പാക്ക്, നമ്മളുടെ സാൻഡൽ പൗഡറിൻ്റെ ഫേസ് പാക്ക്, പിന്നെ അതുപോലെ മാനിക്യൂർ, നമ്മളുടെ കൈ നമ്മൾ എന്തായിരുന്നു അറിയാലോ, വീഡിയോ എടുത്ത് നോക്ക്, മാനിക്യൂർ വീഡിയോ. അത് പിന്നെ സൂപ്പർ അടിപൊളിയെല്ലാം നല്ല റീച്ചുണ്ട്. ഇന്ന് നമ്മൾ ചെയ്തത് നല്ല ഒരു സൂപ്പർ ഐറ്റമാണ്. ഞാൻ ഈ മാനിക്യൂറും പെഡിക്യൂറും ഒന്നും അങ്ങനെ ചെയ്തിട്ടില്ല, വീട്ടിലും ചെയ്യുകയില്ല. പിന്നെ ഒരു 2-3 പ്രാവശ്യം ആകെ കൂടി നമ്മളുടെ ബ്യൂട്ടി പാർലറിൽ പോയി ചെയ്ത് കാണാം, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ മാനിക്യൂർ പെഡിക്യൂർ ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. കാരണം ഒന്നാമത് ഭയങ്കര റേറ്റാണ്. പിന്നെ ഇതൊക്കെ ചെയ്താലും പിന്നെയും വെയിലത്തില്ലേ, നമ്മൾ ഒരു വെയിലത്താണ് എപ്പോഴും. പിന്നെ ഇതൊക്കെ ചെയ്തിട്ട് ഒന്നുകൂടെ ഡള്ളായിപ്പോൾ. ഒന്നും ചെയ്യാതിരിക്കാമെങ്കിൽ ആയിരിക്കുന്നോ അല്ലെങ്കിൽ ഇരുന്നോളും. ഇച്ചിരി കളറ് മങ്ങിയിരിക്കുമെന്നല്ലേ ഉള്ളൂ, കുഴപ്പമില്ല. വെയിലത്ത് ഇറങ്ങുമ്പോഴത്തേക്കിനും എന്താണെന്ന് പറഞ്ഞാലും നമുക്ക് ഡാമേജ് വരും സ്കിന്നല്ലേ. അതുകൊണ്ട് ഞാൻ ചെയ്തിട്ട്, പിന്നെ ഭയങ്കര റേറ്റും അല്ലേ, എനിക്കത് കാരണം വലിയ പാടാണ്. ഞാൻ ഫേഷ്യലും ചെയ്യത്തില്ല, പെഡിക്യൂർ മാനിക്യൂറും ചെയ്യത്തില്ല, ഒരു സംഗതിയും ചെയ്യത്തില്ല. ആകെപ്പാട് ഐബ്രോസ് എടുക്കത്തില്ല, അങ്ങനത്തെ ഒരു പരിപാടിയില്ല. ആകെപ്പാട് 2019 മുതൽ എല്ലാ വർഷവും 19, 20, 21, 22, 23, 24, 25 ചെയ്തില്ല. ഇത്രയും 5 പ്രാവശ്യമായിട്ട് ഈ സ്മൂതനിങ് ചെയ്യുമായിരുന്നു കേട്ടോ, അതേ ഉള്ളൂ. പിന്നെ വല്ലപ്പോഴും വലിയ വലിയ ഫങ്ഷനൊക്കെ വല്ലതും പോവുകയാണെങ്കിൽ ഈ ഓറഞ്ചിൻ്റെ ഫേഷ്യലുണ്ട്, അത് ചെയ്യുമായിരുന്നു കേട്ടോ. ഇത്രയൊക്കെ ഉള്ളൂ. അല്ല പെഡിക്യൂർ മാനിക്യൂറൊക്കെ ആകെ 2-3 പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ. റേറ്റൊക്കെ പേടിച്ചിട്ട് പിന്നെ ഞാൻ ഈ വെയിലത്ത് പോകുന്ന കാരണം ചെയ്തില്ല. അപ്പോൾ ഇന്ന് ഞാൻ എന്നായതെന്നറിയാം, മാനിക്യൂർ ചെയ്തപ്പോൾ നല്ലതായിട്ട് എഫക്റ്റീവായ, നല്ലതായിട്ട് കൈ നല്ല കളറുമായി, നല്ല സോഫ്റ്റുമായി. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പെഡിക്യൂറൂടെ അങ്ങ് ചെയ്തേക്കാമെന്ന് വെച്ച് ഞാൻ ഒരു 2 മാസം മുമ്പ്, 2-3 മാസം മുമ്പ് ഒരു പെഡിക്യൂർ കിറ്റ് വാങ്ങിച്ചു വെച്ചായിരുന്നു ഓൺലൈനിൽ, ആമസോണിൽ നിന്ന്. അപ്പോൾ അത് വെറുതെ ഇരിക്കുക, പിള്ളേരെന്നെ വഴക്കാം. അപ്പോൾ ഞാൻ ഓർത്തെന്നാൽ പിന്നെ ഇന്നലെ നമ്മൾ മാനിക്യൂർ ചെയ്തില്ലേ, ഇന്നെന്നാൽ അങ്ങ് പെഡിക്യൂർ ചെയ്യാമെന്ന് വെച്ചു. അപ്പോൾ മാനിക്യൂർ ചെയ്തതിൻ്റെ കുറച്ച് മിക്സ് നമുക്കുണ്ടായിരുന്നല്ലോ മിച്ചം, അതെടുത്ത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെയിം മിക്സ് തന്നെ, അതിനകത്തൊന്നും ആഡ് ചെയ്തില്ല, ആ സെയിം മിക്സ് തന്നെ നമ്മൾ ഇന്ന് പെഡിക്യൂറിന് വേണ്ടി എടുത്തു. പിന്നെ അത് അറിയാലോ, 2 സ്റ്റെപ്പായിട്ട് അത് ചെയ്തു. ആദ്യം കാലൊക്കെ വാഷ് ചെയ്ത് എല്ലാം അറിയാമല്ലോ, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാം. പക്ഷെ ഞാൻ ആദ്യമായിട്ടൊന്ന് തന്നെ വീട്ടിൽ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് നിങ്ങളെ കാണിച്ചു തരാം. കരിക്കട്ട പോലെ, നമ്മൾ ഈ വെയിലത്ത് കാരണം കരിക്കട്ട പോലെ കാലിരിക്കുന്ന, പക്ഷെ അതെല്ലാം മാറി നല്ല ക്ലീൻ കാലായി. ഇപ്പോൾ ഞാനിനി ഇതെങ്ങനെ കാലുമൊക്കെ കാണിക്കും. ഇവിടെ പിന്നെ ആരൻ ബിസിയാണ്, അല്ലെങ്കിൽ ആരനെ കൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിച്ച് കാണിക്കായിരുന്നു, എല്ലാവരും കാണിക്കുന്നു. ഞാൻ നോക്കട്ടെ, ഞാൻ അതെടുത്ത് ഇങ്ങോട്ട് കാണിക്കാതെ. അപ്പം അടിപൊളിയാണ്. എല്ലാവരും ഞാൻ ഫോട്ടോ എടുത്തിട്ട് തംബ്നെയിൽ ഇട്ടേക്കാം കേട്ടോ. പക്ഷേ എനിക്ക് അതൊക്കെ ഭയങ്കര ഷെയിമാണ്. എന്തായാലും ഞാൻ ഫോട്ടോയും വീഡിയോയും എടുത്ത് ഇട്ടേക്കാം, കുഴപ്പമില്ല. തംബ്നെയിൽ എടുത്തില്ല, അല്ലാതെ ഇട്ടേക്കാം. പക്ഷെ തംബ്നെയിൽ പെഡിക്യൂർന്ന് എഴുതിയേക്കാൻ കേട്ടോ. എനിക്ക് എന്നാന്നറിയാം, അതൊക്കെ ഭയങ്കര ഒരു ഷെയിം, അതുകൊണ്ടാണ്. പക്ഷെ എൻ്റെ കൈ വളരെ ടാൻ പിടിച്ചിരുന്ന കൈ നല്ല
നീറ്റായി കിട്ടി കേട്ടോ. നല്ല സോഫ്റ്റാണ്. ഇന്ന് ഞാനപ്പം പെഡിക്യൂർ ചെയ്തപ്പോൾ അതിൻ്റെ ബാക്കി മിച്ചം ഉണ്ടായിരുന്നതും കൂടെ കയ്യെ തേച്ചു. നാളെ എനിക്കൊരു ഫങ്ഷൻ ഉണ്ട്, അപ്പോൾ അതും കൂടെ ബാക്കി മിച്ചം ഉണ്ടായിരുന്നതും കൂടെ തേച്ചപ്പം അടിപൊളി. നേരിട്ട് നിങ്ങൾ കണ്ടാലേ വിശ്വസിക്കത്തുള്ളൂ, നേരിട്ട് കാണണം. ഞാൻ ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല ഹാപ്പിയാണ്. അല്ലെങ്കിൽ ശരിക്കും വെറും അഴുക്കായിരുന്നു, കൈയെല്ലാം വെറും അഴുക്കായിരുന്നു. അതെല്ലാം മാറി നല്ല സൂപ്പറായി കേട്ടോ. അതുപോലെ കാല് ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ എന്നെ ചെയ്യണമെന്നറിയാമോ, ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. എൻ്റെ കാലാണെങ്കിൽ കൈയാണെങ്കിൽ ഉണക്കമത്തി പോലെ, ഞാൻ പറഞ്ഞിട്ടില്ലേ അത്. പക്ഷേ ഇപ്പം നല്ല സൂപ്പറായി കേട്ടോ. അപ്പം ആ മിക്സ് എന്നാന്ന് നിങ്ങൾക്ക് അറിയാം, മാനിക്യൂർ കണ്ടവർക്കറിയാം. ഇല്ലെങ്കിൽ ഇന്ന് വീഡിയോ ഫുൾ അങ്ങോട്ട് കണ്ടു നോക്ക്. മാനിക്യൂറിൻ്റെ വീഡിയോ കണ്ടിട്ട് വേണം ഇത് പെഡിക്യൂറിൻ്റെ കാണാത്തവർ കാണാൻ വെച്ചാൽ ആ മിക്സ് തന്നെയാണ്, സെയിമാണ്. ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല എന്നാക്കിയാന്ന്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പം നിങ്ങൾ എന്നെ ചീത്ത വിളിക്കും, ഇതെന്നാ ഈ തളച്ച് പറയാഞ്ഞേന്നും. അതെന്നാന്നറിയാം, മാനിക്യൂറിൻ്റെ വീഡിയോ ഇന്നലെ ഇട്ടില്ല, അതിനകത്ത് ഫുൾ ഉണ്ടല്ലോ. അപ്പോൾ അത് കണ്ടിട്ട് ഇത് കാണുമ്പോൾ അറിയാം എന്നാ മിക്സ് എന്ന് കേട്ടോ. എന്നെ ചീത്ത വിളിക്കരുത്. എന്നാന്നറിയാം, വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ട് ഞാൻ എളുപ്പം അങ്ങ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയാണ്. എൻ്റെ കാല് നല്ല സൂപ്പറായി ഉണ്ടോ. അല്ലെങ്കിൽ എനിക്ക് ഈ മറ്റേ വിണ്ട് കീറലോ അങ്ങനത്തെ ഒരു കുഴപ്പങ്ങളും ഇല്ല, ടാൻ അടിച്ചിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇനി ഞാനിത് ആഴ്ച ചെയ്യും. ഞാൻ നെയിൽ പോളിഷും എല്ലാം ഇട്ട് നല്ല മിടുക്കിയായി നല്ല ഇതായിട്ടിരിക്കുക. നാളെ ഒരു ഫങ്ഷൻ ഉള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ വീഡിയോ കണ്ടേച്ച് ഇനിയിപ്പം നാളെ അവരെല്ലാം വന്നിച്ച് എൻ്റെ കൈയും കാലും നോക്കും, മുഖവും നോക്കും. റീസെൻ്റ്ലി ഇട്ടതല്ലേ ഈ 3 വീഡിയോ. പിന്നെ തലയും നോക്കും, തല നോക്കും, മുഖം നോക്കും, കൈ നോക്കും, കാല് നോക്കും. നാളെ ഉറപ്പാണ് ഞങ്ങളുടെ ആൾക്കാരെല്ലാം വന്ന് നോക്കും എന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം ഞാൻ എന്നെ ഇത് നല്ല നെയിൽ പോളിഷൊക്കെ ഇട്ട് കുട്ടപ്പിയായിരിക്കുക. അപ്പം ഞാനിപ്പോൾ കാല് കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് നിങ്ങൾ ചെയ്യണം, വിശ്വസിച്ചു. ഞാൻ കള്ളമല്ല പറയുന്നത്. എനിക്ക് ഭയങ്കര ഹാപ്പി ആയിപ്പോയി. കാലെപ്പോഴും ടാൻ അടിച്ച് വൃത്തികേടായിട്ടായിരുന്നു. നല്ല സൂപ്പറായി. ഞാനിപ്പോൾ കാണിച്ചു തരാമേ. കേട്ടോ, കരിക്കട്ട പോലെ ഇരുന്ന കാല അത് കണ്ടോ. ഇത്രയും വെളുത്തപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, ഭയങ്കര ഡാർക്കായിരുന്നു കണ്ടോ. ഞാൻ അടുത്ത കാല് കാണിക്കാം. ഇത് കണ്ടോ, വെളുത്ത കണ്ടോ, ഭയങ്കര ഡാർക്കായിട്ടിരിക്കുകയായിരുന്നു. അതിത്രേ ആയി. ഇനിയിപ്പം എല്ലാ ആഴ്ചയും നമ്മളിങ്ങനെ ചെയ്യുക കണ്ടോ. സൂപ്പറായില്ലേ. അപ്പം എൻ്റെ ഈ കറുത്ത കാലിങ്ങനെ ആയെങ്കിൽ നിങ്ങളുടെയൊക്കെ കാല് സൂപ്പറായിട്ട് വെളുത്തോളും. എല്ലാ ആഴ്ചയും തേക്കുക കേട്ടോ. സൂപ്പറാണ്, അടിപൊളിയാണ് കേട്ടോ. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇത് ചെറു ചൂടുവെള്ളമാണേ. അതിനകത്ത് കുറച്ച് ഉപ്പുകല്ലിടാം, ശകല മതി. പിന്നെ നമുക്ക് കുറച്ച് ഗ്ലിസറിൻ. ഇപ്പം ഈ വീഡിയോയിൽ കാണുമ്പോൾ ഞാൻ നോക്കി ഭയങ്കര കറുത്തായിരിക്കുന്നേ. അതുപോലല്ല കാല്, അത്രയും കറുത്തല്ല, എന്നാലും എൻ്റെ കാല് കറുത്തതാണ്. ഞാൻ നോക്കിയപ്പോൾ കരിക്കട്ട പോലെ ഇരിക്കുന്ന കാല്. ആരൻ ഭയങ്കര ചിരിയായിരുന്നു. ഇത് വെജിറ്റബിൾ ഗ്ലിസറിനാണ്, അത്രയും കറുത്തൊന്നുമല്ല കേട്ടോ കാല്. എന്നാലും സാമാന്യം കറുത്ത. സ്കൂട്ടറെല്ലാം ഓടിച്ച് പിന്നെ വെജിറ്റബിൾ ഗ്ലിസറിനും നമ്മുടെ ഉപ്പും കുറച്ച് റോസ് വാട്ടറും. എൻ്റെയൊക്കെ കാലിന് അത്രയും വേണം. ഞാനിത് ആദ്യമായിട്ട് കേട്ടോ തന്നെ പെഡിക്യൂർ ചെയ്യുന്നത്. പണ്ട് എങ്ങാണ്ട് ബ്യൂട്ടി പാർലറിൽ പോയി 1-2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്, അല്ലാതെ ആദ്യമായിട്ട്. ഷാമ്പു കുറച്ച് മതി, ഷാമ്പു ഒന്ന് പതയാൻ മാത്രം, ചെളിയൊക്കെ പോകാൻ. എന്നിട്ട് ഇതൊന്ന് പതപ്പിക്കുക. ചെറിയ ചൂട്, കാലൊന്നും പൊള്ളല്ലേ. ഞാനിത് ചെയ്യുന്നില്ലെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്നാന്ന് വെച്ചാൽ എനിക്ക് ബേസൻ പോലും ഇല്ല. കാരണം എനിക്കിങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. അപ്പോൾ കാല് ഇറക്കി വയ്ക്കാം.
ഇവിടെ കൊതുക് കടിച്ചൊരു പരിക്ക് കണ്ടോ, കൊതുക് കടിച്ച് ചൊറിഞ്ഞതാണ്. പിന്നെ ഇതാ ഓൺലൈനിൽ വാങ്ങിച്ചാണ്. ഇപ്പോഴാണ് ഞാനത് പൊട്ടിക്കുന്നത്. എന്താ ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് മനസ്സിലായില്ലേ. പണ്ടെങ്ങാണ്ട് ചെറുപ്പത്തിൽ ചെയ്തിട്ടുണ്ട് വീട്ടിൽ. അത് തന്നെ സിസ്റ്റേഴ്സും കസിൻസും ഒക്കെ ഉള്ളതുകൊണ്ടേ അങ്ങനെ ഞങ്ങൾ പല്ല് തേക്കുന്ന ബ്രഷൊക്കെ വെച്ച് ഇങ്ങനെ ചെളിയൊക്കെ കളഞ്ഞ് അങ്ങനെ ചെയ്യും. ഇതൊരു കിറ്റാണ് നമ്മുടെ. പെട്ടെന്ന് ചെയ്യാം എന്നാന്നറിയാമല്ലോ, ഒത്തിരി സമയം എടുക്കും. പെട്ടെന്ന് ചെയ്യാം. ഇത് ഞാൻ ഇടയ്ക്ക് കട്ട് ചെയ്തോളാം. ഞാൻ ഈ മൊത്തം ഇങ്ങനെ ഫുള്ള് ആയിട്ട് വീഡിയോ കാണിക്കുന്നില്ല. അതായത് നമ്മുടെ നഖമല്ല ആദ്യം ഉരച്ച് കഴുകുക. ഗ്ലിസറിനും റോസ് വാട്ടറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല സൂപ്പറാവും. കുറച്ച് നേരം കുതിർത്ത് വെക്കണം. ഇതിപ്പോൾ ആദ്യം ഒന്ന് ഉരച്ച് കൊടുക്കാം, എന്നിട്ട് കുതിർത്ത് വെക്കാം. നല്ല നഖത്തിനിടയിലൊക്കെ ഉള്ള ചെളിയും കാലിനിടയിലുള്ള ചെളിയൊക്കെ. നമ്മുടെ ഐഫോണിലെ ആദ്യത്തെ വീഡിയോ ഇന്നലെ ആരൻ നമ്മുടെ ഫോൺ മേടിക്കുന്ന മൈജിയിൽ വെച്ചുള്ള ഏതോ ഒരു കുഞ്ഞ് വീഡിയോ ഇട്ടായിരുന്നു. സോഡാപ്പൊടിയൊക്കെ ഇടണം. ഞാൻ ഇച്ചിരി സോഡാപ്പൊടി എടുത്തുകൊണ്ട് വരട്ടെ. സോഡാപ്പൊടി അത്യാവശ്യം കേട്ടോ. അതുപോലെ ഗ്ലിസറിൻ, പിന്നെ എന്തുവാ റോസ് വാട്ടർ. എനിക്ക് പിന്നെ കാല് വിണ്ട് കീറലോ കാലിന് കേടൊന്നുമില്ല കേട്ടോ. കാല് സോഫ്റ്റുമാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. റബ്ബറില്ലേ, അത് വെച്ച് ചുമ്മാ ഉപ്പൂറ്റിയും കാലുമൊക്കെ തേക്കത്തേ ഉള്ളൂ. അല്ല കല്ലയിലൊന്നും ഉരയ്ക്കത്തൊന്നുമില്ല. എന്നാൽ പിന്നെ എൻ്റെ കാല് കാണുകയില്ല. കാരണം എനിക്ക് കട്ടിയില്ലാത്ത സ്കിന്ന്, തൊലിക്കട്ടിയൊന്നും ഇല്ല കേട്ടോ. ഉപ്പൂറ്റിയൊക്കെ ഈ മിക്സ് സ്റ്റോൺ വെച്ച് നല്ലതായിട്ട് ഉരയ്ക്കുക. വൃത്തിയായി. ഇനി നഖത്തിന് അകത്തേതൊക്കെ എടുക്കട്ടെ. ഇല്ലേ നമ്മളിതിനകത്ത് ഹൈഡ്രജൻ പെറോക്സൈഡ് ഇല്ലേ, മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. അത് വാങ്ങിച്ച് 30 രൂപയേ ഉള്ളൂ. അത് വാങ്ങിച്ച് ഇതിനകത്ത് ഒഴിക്കണം. നമ്മുടെ ഈ നഖത്തിനകത്തു നിന്നൊക്കെ ചെളി പതഞ്ഞിറങ്ങി വരും. ഇച്ചിരി നേരം കുതിർന്നിരുന്നോട്ടെ. ടൂൾസൊക്കെ കണ്ടോ, ഇതൊക്കെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് പോലും എനിക്ക് അറിയത്തില്ല. ഒരു കിറ്റായിരുന്നു ഇതുണ്ടോ. ഇത് പിന്നെ ഉരയ്ക്കാനായിരിക്കും. ഒന്നും എനിക്കറിയത്തില്ല. ഇത് നെയിൽ കട്ടർ നമ്മുടെ. ഇനി ചെയ്യേണ്ടത്, കഴിഞ്ഞ ദിവസം ഞാനൊരു മിക്സ് കയ്യത്തേക്ക ഉണ്ടാക്കിയില്ലേ, ആ സെയിം സാധനത്തിനകത്ത് ഇച്ചിരി തൈരും അരിപ്പൊടിയും കൂടെ ഇട്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം കൈ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത മിക്സിയില്ലേ, അതിനകത്ത് അത് അതേപോലെ തന്നെ ഞാൻ കുറച്ച് മിച്ചം ഉണ്ടായിരുന്നല്ലോ, പിന്നെ ഇച്ചിരി കൂടെ ക്വാണ്ടിറ്റിയൊക്കെ ഇട്ട് അതിനകത്ത് പിന്നെ ഇച്ചിരി തൈരും ഇച്ചിരി അരിപ്പൊടിയും കൂടി ഇട്ട് കേട്ടോ. അതൊന്ന് നമുക്ക് തേച്ച് കൊടുക്കാം. ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ.
അപ്പോൾ ഞാനിതെല്ലാം ഒന്ന് നീറ്റാക്കി എല്ലാം ഒന്ന് ആക്കിയിട്ട് വരട്ടെ. പിന്നെ നല്ല വൃത്തിക്ക് കഴുകിയിട്ടൊന്ന് എണ്ണ തേക്കണം, അല്ലെങ്കിൽ ക്രീം തേക്കുന്നവരാണെ ക്രീം തേക്കണം. ഉണ്ടോ, നല്ല സോഫ്റ്റായി. അപ്പോൾ ഇത് നമുക്ക് ആഴ്ച ചെയ്യണം കേട്ടോ. സൂപ്പർ അടിപൊളി. പിന്നെ കരിക്കട്ട പോലെ ആയിരുന്നെന്നറിയാം, അതെല്ലാം നല്ല നീറ്റായി. എന്താ ഇനിയിപ്പം ഇങ്ങനെ എപ്പോഴും ചെയ്താൽ മതി. ഇനി പോയി എണ്ണയൊക്കെ തേച്ച് കുളിക്കട്ടെ. ഓക്കേ. കുളമായി ഇവിടെ എല്ലാം. ഒരു തച്ച് പണിയാണ്. ഇപ്പോൾ കാണാമല്ലോ, ഉണ്ടോ? വെളുത്തില്ലേ? സൂപ്പറായിട്ട് വെളുത്ത്. ഇനി നെയിൽ പോളിഷൊക്കെ ഇട്ട് കുളിച്ച് മിടിക്കുക വൃത്തിയായിട്ട് വരാമേ.